Mr. Shihab, the co-founder and CEO of Ernad Knowledge City, the Executive Director Mujib Rahman Kurikal, the Principal of Ernad Knowledge City, Dr. Adarsh, the Vice Principal, Dr. Sriram, the Director Finance Umesh, the Manager of Administration and Student Affairs Shamil, all the heads of the department, and the most important guest of today, my dear graduating students and their parents, guardians, the loved ones, and other invited guests, ladies and gentlemen, namaste to all. വളരെ മനോഹരമായിട്ട് നിങ്ങൾ നമ്മുടെ സിഇഒയുടെ പ്രഭാഷണം കേട്ട് കാണും. അതാണ് യഥാർത്ഥ സത്യം. നിങ്ങളിലിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറുണ്ട്, സിവിൽ എഞ്ചിനീയറുണ്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ, ഇലക്ട്രോണിക്സിൻ്റെ ഈ ഡിഗ്രിയും ഈ മാർക്ക് ലിസ്റ്റും കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഇത്ര CGPA ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ പോയപ്പോൾ ഇന്ന് വരെ ഇന്നുമില്ല അന്നുമില്ല ഒരു അമേരിക്കക്കാരനും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ നോക്കിയിട്ടില്ല. അതല്ല ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് യു ക്യാൻ ഡു ഫോർ ദ സൊസൈറ്റി, ഫോർ ദ ഇൻഡസ്ട്രി, ഫോർ ദ കമ്പനി, അതാണ് അവർക്ക് ആവശ്യം. നിങ്ങൾ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, നിങ്ങൾ സ്റ്റാൻഫോർഡിൽ നിന്നാലും MIT നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എടാ പുറത്തു പോകുന്നു പറയും അവർ. യു വിൽ ഗെറ്റ് എ ലവ്ലി ഇമെയിൽ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പണി ചെയ്യാൻ പറ്റില്ല. ഇഫ് AI ഈസ് ഏബിൾ ടു ഡു ദാറ്റ്, mercilessly they will say you are fired. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ക്രിയേറ്റീവ് തിങ്കിങ് പണ്ടേ പറഞ്ഞിരുന്നു ആൽവിൻ ടോഫ്ലർ. അതാണ് അദ്ദേഹം പറഞ്ഞത്. പലപ്പോഴും നമുക്ക് ആവശ്യം കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇവിടെ കയറ്റി വച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഫസ്റ്റ് യു ഹാവ് ടു അൺലേൺ. ഈ ബാഗേജ് ഇല്ലേ, ആദ്യം അതൊന്ന് കളയണം. പക്ഷെ എവിടെ ഇത് കിടക്കണത്? ഓരോരുത്തരെ പറ്റി ഒരു എക്സ്പെക്റ്റേഷൻ, ഇയാൾ അങ്ങനെ, അല്ലെങ്കിൽ ഈ ടീച്ചർ ഇങ്ങനെ, ചിലരെ പറ്റിയുള്ള ജഡ്ജ്മെൻറ്റ്, പ്രിജുഡീസ്. ജഡ്ജ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് പോസ്റ്റ് ജുഡീസ്. പ്രിജുഡീസ്, ജഡ്ജ്മെൻറ്റ്, എക്സ്പെക്റ്റേഷൻ, ഇതാണ് നമ്മുടെ ശത്രു. ആദ്യം ഈ ബാഗേജ് നമ്മൾ അയച്ചു വെക്കണമെങ്കിൽ നോ കരിക്കുലം, നോ പേരൻസ്, നോ ഫാമിലി, നോ ടീച്ചർ, നോ മാസ്റ്റർ, നോ ഗോഡ് ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾ തന്നെ അത് ക്ലീൻ ചെയ്ത് കളയണം. ആദ്യം വേണ്ടത് അതാണ്. ആൽവിൻ ടോഫ്ലർ വെരി കറക്റ്റ്ലി ടോൾഡ്. എന്തെങ്കിലും പുതിയത് ലേൺ ചെയ്യണമെങ്കിൽ കുറേ വാരിക്കൂട്ടി വെച്ചത് അൺലേൺ ചെയ്യണം, അല്ലേ? then learn and then relearn, continue to upskill. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്രത്തോളം AI-യുടെ ഇത് നിങ്ങളുടെ കരിക്കുലത്തിൽ, നോട്ട് നെസസറി കമ്പ്യൂട്ടർ സയൻസുകാർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും AI-യുടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അല്ലേ? ഇന്നിപ്പോൾ നിങ്ങളൊരു ഇന്ത്യയിലും വന്നെന്ന് തോന്നുന്നു, സൂപ്പർ മാർക്കറ്റിൽ ഒരു മനുഷ്യരുണ്ടാവില്ല, അല്ലേ? നിങ്ങൾ തന്നെ സാധനം എടുത്തു, നിങ്ങൾ തന്നെ ചെക്കൗട്ട് ചെയ്തു, ബില്ല് ചെയ്തു, പോയി. അതുപോലെ തന്നെ പല ഹോസ്പിറ്റലിലും അങ്ങനെയാണ്. വെൽക്കം ചെയ്യേണ്ട വേറെ വല്ലവരായിരിക്കും, മനുഷ്യരേ ഇല്ല. അതുപോലെ തന്നെയാണ് വലിയ ഹോട്ടൽസിൽ നിങ്ങളുടെ റൂമിൽ കയറി നിങ്ങൾക്ക് ചായ വേണോ, അതുകൂടെ ഒരു AI ആണ്, ഹലോ സം റോബർട്ട് വിൽ കം ആൻഡ് സെർവ് യു. അങ്ങനെ വരുമ്പോഴേ ഷിഹാബ് പറഞ്ഞൊരു കാര്യം, എന്നാൽ പിന്നെ നമ്മൾ എന്തിനാണ്? ടീച്ചേഴ്സ് ഒരിക്കലും ആവശ്യമില്ല, അല്ലേ? ഞങ്ങളെക്കാൾ കൂടുതൽ പേര് നിങ്ങൾക്കുണ്ട്, ഇല്ലേ? പക്ഷെ നിങ്ങൾക്ക് വെറും ഇൻഫർമേഷനേ ഉള്ളൂ. There is enough information on the World Wide Web, on the website.
AI, മെറ്റ, ഒരുപാട് AI ടൂൾസിലുണ്ട്. അതെല്ലാം പറയും എന്താണെന്നുള്ളത്. പക്ഷേ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ പണ്ടേ പറഞ്ഞതാണ്. 4C. അത് തന്നെയാണ് ഷിഹാബും പറഞ്ഞത്. ഇന്ന് നമ്മൾ ലാറ്ററൽ തിങ്കിങ് ഇല്ല. ഇയാൾ പറഞ്ഞു, അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ സമൂഹം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ബ്രാഞ്ച് എടുത്തു. 99% ഇവിടെ ഇരിക്കുന്നവർക്ക് എൻജിനീയറിങ്ങിനെ താല്പര്യമില്ല. ആരൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ് ഇതിൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻജിനീയറിംഗ് ആയിട്ടോ ആർട്സ് ആൻഡ് സയൻസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഞാൻ NITക്ക് സൂറത്ത് കല്ലെ അധ്യാപകനാണ്. ഇവിടെ ഡെപ്യൂട്ടേഷനിലാണ്. എൻ്റെ ചെയർപേഴ്സൺ ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ഇറ്റ്സ് എ വെരി ഓണറബിൾ പോസ്റ്റാണ്. ഷീ വാസ് ദി ചെയർമാൻ, യു കാൺ സേ ചെയർമാൻ, ദ ചെയർ ഓഫ് IBM. നിങ്ങൾക്കറിയാലോ IBM കമ്പനിയുടെ. ആൻഡ് യു നോ വാട്ട് ഈസ് ഹർ ക്വാളിഫിക്കേഷൻ? ഷീ ഈസ് ജസ്റ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇവിടെ ഇരിക്കുന്ന ഷിഹാബിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ നിങ്ങൾക്ക്? പ്രൈമറിലി he is a law graduate, he is an advocate. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനിയൊക്കെ വിട്ടോ. ഇപ്പോഴൊക്കെ നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് ഇവിടെ എത്തി, എറണാട് എത്തി, ഡിഗ്രിയൊക്കെ കിട്ടി. കുറേ പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിക്കാണും, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാവി ആരുടെ കയ്യിൽ? നിങ്ങളുടെ കയ്യിലേ. അതിനെ നിസ്കരിച്ചുകൊണ്ടോ അമ്പലത്തിൽ പോയിക്കൊണ്ടോ പള്ളിയിൽ പോയിക്കൊണ്ടോ ഗുരുക്കന്മാരെ കണ്ടോണ്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാവി കെട്ടിപ്പടക്കുന്നു. യു എലോൺ വീവ് യുവർ ഡെസ്റ്റിനി. യുവർ ഡെസ്റ്റിനി ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ആദ്യം അത് മനസ്സിലാക്കുക. അല്ലാതെ ഉമ്മയും ബാപ്പയൊക്കെ ചീത്ത പറയുക, ഇയാളെ ഞാൻ കെട്ടാൻ കാരണം ഉമ്മ കാരണമാണ്, എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഡിഗ്രി എടുത്തത് നിങ്ങൾ കാരണമല്ല എടുത്തത്. അതാണ് ജീസസ് പറഞ്ഞത്. പണ്ടേ ബൈബിളിൽ പറഞ്ഞ ബ്ലെയിം നോട്ട് അതേഴ്സ്, ബ്ലെയിം തൈസെൽഫ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാത്തിനും കാരണം നമ്മൾ തന്നെ. അതിന് പോയി കുമ്പസ്കരിച്ചുകൊണ്ടോ ഒരുപാട് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടോ നിങ്ങൾ ചെയ്ത പ്രശ്നങ്ങൾക്ക് ഒരു ദൈവവും അത് മാറ്റാൻ പറ്റില്ല. ആ ബാഗേജ് നിങ്ങൾ തന്നെ അഴിച്ചു മാറ്റിയേ പറ്റൂ. അച്ഛനമ്മമാരെയോ അധ്യാപകരെയോ മാനേജ്മെൻറ്റിനെയോ ലവേഴ്സ് അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും പറ്റില്ലെങ്കിലും ഒന്നും കാണാൻ പറ്റാത്ത ഒരു രൂപമില്ലാത്ത ദൈവത്തെ പറയും, എൻ്റെ ക്രിയേറ്റർ കാരനാണ് ഈ പ്രശ്നം വന്നതെന്ന്. ചില കുട്ടികൾ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് പറയാണ്, എന്തിന് എന്നെ സൃഷ്ടിച്ചു. ഇത് അമേരിക്കൻ വേ ആണ് ഇപ്പോഴത്തെ കാലത്ത്. അമേരിക്കക്കാർ ഇങ്ങനത്തെ മോശമായ പെർവേർഷൻ ഉണ്ട്. ഇന്ത്യയിലും ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ക്രിയേറ്ററെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, എന്നെ എന്തിനു സൃഷ്ടിച്ചു. അതെല്ലാം മറന്ന് നമ്മളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മനുഷ്യന് നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ, ആ സൗഹൃദം പങ്കെടുക്കാൻ, സ്നേഹം പങ്കെടുക്കാൻ, ഒത്തൊരുമിച്ച് ജീവിക്കാനാണ് മനുഷ്യനെ ക്രിയേറ്റർ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാം. ഇപ്പം നമുക്കറിയാം, എൻ്റെ സ്റ്റുഡൻസാണ് പെട്ടെന്ന് മരിക്കുന്നത്. എൻ്റെ PhD സ്റ്റുഡൻസ് തന്നെ കോവിഡിൽ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു. ഇന്ന് നിങ്ങൾക്കറിയാമോ, 1/3 പ്രോബ്ലം എൻറ്റയർ വേൾഡിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അതിൽ തന്നെ മോർ ദാൻ 80% കാർഡിയോ വസ്കുലാർ ഡിസീസസ് ആണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കൂല. ഇത് പറഞ്ഞ എല്ലാവർക്കും ദേഷ്യമാണ്. രാവിലെ എഴുന്നേൽക്കാൻ പറ്റൂല. രാവിലെ എഴുന്നേറ്റ് ഓടണം, പ്രകൃതിയിൽ നടന്ന് പ്രകൃതിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. യു ഹാവ് ടു ഡെവലപ്പ് യുവർ ഒബ്സർവേഷൻ സ്കിൽസ്. അല്ലാണ്ട് രാവിലെ അത് നമ്മുടെ നമ്മുടെ കാർഡിയാക് ഈ റിഥം അതിന് ഉദ്ദേശിച്ചിട്ടില്ല, മനുഷ്യർക്ക് ഉദ്ദേശിച്ചില്ല. ഒരുപാട് കൊല്ലത്തെ പരിണാമത്തിൽ സോളാർ സൈക്കിളായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് ഒരു റിഥം ഓൾറെഡി വന്നു കഴിഞ്ഞു.
അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യരെ രാവിലെ കിടന്നുറങ്ങിയാൽ തീർച്ചയായിട്ടും അവൻ അലസനാന്ന് പറയും, എല്ലാ രോഗവും അവനുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എഗെയിൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് ഹെൽത്ത് ഉണ്ടെങ്കിലേ എന്തും ഉള്ളൂ. ഇഫ് ഐ സേ നിങ്ങൾക്ക് ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കൊളാബറേറ്റീവ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ എന്തും വേണമെങ്കിൽ ആദ്യം ജീവനെ നിലനിർത്താവുന്ന ഈ വാഹനം പ്രോപ്പറായിട്ട് സംരക്ഷിക്കാൻ പറ്റണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾക്ക് അത്യാവശ്യം, അപ്പം നിങ്ങൾ ഷിഹാബിനെ നോക്കിയാൽ എന്ത് യൗവനായിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കണു. ഐ എം ഷുവർ ഹി ഹാസ് എ വെരി റിഗറസ് ഫിറ്റ്നസ് റുട്ടീൻ. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഞാൻ ഓൾറെഡി 64 വയസ്സ് കഴിഞ്ഞു, ഇങ്ങനെ ഇരിക്കും. അഫ്കോഴ്സ് ഞാൻ യോഗ ട്രെയിനറാണ്. എൻ്റെ ഡേ 4:30 സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ആദ്യം ഞാൻ കുറച്ച് നേരം ധ്യാനം ചെയ്യും. എൻ്റെ 42 വർഷം ഐ ആം ഇൻ എഞ്ചിനീയറിംഗ്. 1983 മൈ ഫസ്റ്റ് ജോബ് ഇൻ സുന്ദരം ക്ലൈറ്റൻ ഇൻ ഹൊസൂർ. 83 മുതൽ ഇത്രയും വർഷം ഞാൻ ജോലിയിലാണ്. പക്ഷേ ഞാൻ ഒന്നും മനസ്സിലാക്കിയത്, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം നിശബ്ദതയാണ്. If at all you believe in God, the God will listen to you only in complete silence. When you are silent, the Creator will speak to you. The ultimate will speak to you. ഇന്നില്ലാത്തത്, ഞാൻ ഈ സ്ക്രീൻ അഡിക്ഷനെ കുറ്റം പറയുകയില്ല. നമ്മളെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യാതെ ഡ്രഗ് അഡിക്ഷന് പോവുകയാണ്. ഇപ്പോൾ ഈ NIT-ലും IIT-ലും ഒക്കെ നല്ല റാങ്കോടുകൂടി വന്ന ഹയസ്റ്റ് റാങ്ക് JEE കുട്ടികൾ വന്നിട്ട് എല്ലാ കൊല്ലവും, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇയറിൽ 1300 കുട്ടികളാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ. ഒരു 100-120 പേര് ഇത്തരം പ്രശ്നക്കാരാണ്. അതിന് കാരണം ഒന്നാമത്തെ കാര്യം, അവർക്ക് എൻജിനീയറിംഗ് അല്ല താല്പര്യം, അച്ഛനമ്മമാരുടെയോ സമൂഹത്തിൻ്റെയോ പുഷ് കൊണ്ട് ഇവിടെ വന്നതാണ്. അതിന് റെബൽ ചെയ്യാണ് അവർ. കാരണം കോട്ട ക്ലാസ്സസ്, നാരായണ, ചൈതന്യ, ആകാശ്, അലൻ, വാട്ട് നോട്ട്, ഈ കോച്ചിങ് ക്ലാസ്സിലിരുന്ന് മനുഷ്യനുമില്ല മൃഗമില്ലാത്ത മാതിരി ഇങ്ങനെ പഠിച്ച് നല്ല റാങ്ക് കിട്ടി ഒരു മെഷീൻ പോലെ വന്നിരിക്കുകയാണ്. ആ ഇമോഷണൽ ക്വസ്റ്റൻ്റ് ഇല്ല. ചെറിയ പ്രശ്നം വന്നാൽ ആത്മഹത്യ ചെയ്യാണ്, അല്ലെങ്കിൽ കടലിച്ചാടുക. സൂറത്ത് കല്ല് കടൽ മുമ്പിലാണ്, പെട്ടെന്ന് കടലിച്ചാടും. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ NIT-ൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല, കൂട്ടുകാരിക്ക് കിട്ടി. എനിക്ക് 9.9 ഗ്രേഡറായിരുന്നു, പക്ഷേ 6 പോയിൻ്റ് ഉള്ള ആൾക്ക് മൈക്രോസോഫ്റ്റ് കിട്ടി. മിസറബിൾ, കമ്മിറ്റ് സൂയിസൈഡ്. ഇനി ജോലി കിട്ടി, കനത്ത ശമ്പളമുണ്ട്, പിന്നെയും പ്രശ്നമാണ് ഡൈവോഴ്സസ്. ബിക്കോസ് അഗെയിൻ എക്സ്പെക്റ്റേഷൻ, ജഡ്ജ്മെൻറ്റ്, പ്രിജുഡീസസ്. ഇവൾ ഇങ്ങനെ വേണം, എൻ്റെ മാതിരി ഇരിക്കണം ഭാര്യ, അല്ലെങ്കിൽ അമ്മായിമ്മ പറയും എൻ്റെ മരുമോൾ എൻ്റെ മോളുടെ മാതിരി കുക്ക് ചെയ്യണം, ഇങ്ങനെ മീൻകറി വെക്കണം. ഇതൊന്നും നടക്കണ കാര്യമല്ല, അല്ലേ? ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റാനും പറ്റൂല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റുമോ? പിന്നെയാണ് ഇനി നമ്മൾ വേറൊരു പെണ്ണിനെ മാറ്റാൻ നോക്കണത്. അപ്പോൾ അവരെല്ലാം, ദാറ്റ് ഈസ് വാട്ട് ദി എസെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി, വാട്ട് ഐ ഹാവ് ലേൺ. ഫർഗെറ്റ് അബൌട്ട് റിലിജിയൻ. Religion can never solve your problem. Spirituality says, go inward, find the strength within you. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ചേതന, ഉള്ളിൽ തന്നെ ആ സ്ട്രെങ്ത് ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തൂല. അച്ഛനെയോ അമ്മയോ അധ്യാപകരെയോ സുഹൃത്തുക്കളെയോ സമൂഹത്തെയോ പൊളിറ്റീഷ്യൻസിനെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീഡിയാസ് അങ്ങനെ പറയുന്നത്. There is a problem here, this problem, that problem. Some, narrow-minded, crooked politicians, either it is Trump or Putin or Netanyahu, ഇവരുടെ പ്രാന്തിലെ സാധാരണക്കാരെ കൊല്ലുകയാണ്. Do you think they are so bad that they have to undergo this destiny? നമുക്ക് വേണ്ടത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഉള്ളിലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. So if you are looking for change outside, it will never happen. It has to come from within, and for that I am telling you, keep this baggage outside.
ക്ലീൻ ഇറ്റ് അപ്പ്. അതാണ് ക്ലീനിങ്. അല്ലാണ്ട് അമ്പലത്തിലോ പള്ളിയിലോ പോണതിന് മുമ്പ് നമ്മൾ തീർത്ഥം ചരിച്ച് കൈയും കാലും കഴുകി നിസ്കരിക്കാൻ പോകും. അത് വെറും എക്സ്റ്റേണൽ ക്ലീനിങ്. യു പുട്ട് ഓൾ അർമാനി പെർഫ്യൂം സൂട്ട് ആൻഡ് കൂട്ട് is not going to absolve you of all the sins you have created. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സ്കിൽസ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേറ്റ്, ഈ കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ ഏറ്റവും വലിയ യുവർ സോഷ്യൽ കോഷൻ, യുവർ അഡാപ്റ്റബിലിറ്റി, യുവർ ഫ്ലെക്സിബിലിറ്റി. ആരാണ് യഥാർത്ഥ നല്ല മനുഷ്യൻ? എല്ലാ കാര്യത്തിലും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ടീക്ക് ഐ വിൽ മാനേജ് ദിസ് ഗായ്. വേറൊരു പെൺകുട്ടി വന്നു, ഓക്കെ ഐ വിൽ അക്സെപ്റ്റ് ദ വേ ഷീ ഈസ്. അപ്പോൾ ആദ്യം ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡ് നോക്കുന്നത് നിങ്ങളുടെ ഡിഗ്രി ഒന്നുമല്ല. ആർ യു ഫ്ലെക്സിബിൾ? ഫ്ലെക്സിബിലിറ്റി കോഷൻ, സോഷ്യൽ കോഷൻ, അഡാപ്റ്റബിലിറ്റി കോഷൻ, അതാണ് ആവശ്യം മക്കളെ. അതായത് ഈ പഠിത്തം കഴിഞ്ഞു ഇവിടെ, ഇനി പുതിയത് പഠിക്കാൻ. ദ ലേണബിലിറ്റി നെവർ എൻഡ്സ്, ലൈഫ് ലോങ് ലേണിംഗ്. ഇനിയാണ് യഥാർത്ഥ പഠനം ആരംഭിക്കാൻ പോകുന്നത്. ഇതൊരു ഫൗണ്ടേഷണൽ ഡിഗ്രി, ബാച്ചുലർ ഡിഗ്രി. കീപ് ഇറ്റ് there. Yes, you have done great. We are all grateful to you. We all congratulate you. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ മറക്കരുത്. ഇന്നത്തെ പ്രാർത്ഥന പറഞ്ഞു, ആ ഇവിടെയല്ലേ അത് കേട്ടത്? ആ അച്ഛൻ, അമ്മ, അധ്യാപകൻ. ഇന്ന് ഒട്ടും ഇല്ലാത്തതാണ്. പ്രാർത്ഥന പാടാൻ കാരണം അതാണ്. അതില്ല ഇവിടെ. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് സത്യം മത ധർമ്മം ചര എവരി പഥർ ഇറ്റ് ഈസ് റിട്ടൺ ബിക്കോസ് ദർ ഈസ് നോ സത്യം, നോ ധർമ്മം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വിജയം നിങ്ങൾ നേടി മനോഹരമായിട്ട് 4 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം വിജയശ്രീ ലാളിതരായി ഡിഗ്രി കൈയടക്കാൻ പോകുന്നു. പക്ഷേ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തത്, ഇതിൻ്റെ പുറകിൽ ഒരുപാട് നൊമ്പരങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച അച്ഛനമ്മമാർ, പ്രത്യേകിച്ചും നിങ്ങളുടെ അമ്മ. ആരാണോ എപ്പോഴാണ് അവൻ്റെ അമ്മയെ അല്ലെങ്കിൽ അവളുടെ അമ്മയെ മറക്കുന്നത്, അവൻ്റെ ജീവിതം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളൂ, ഞാൻ പറഞ്ഞുകൊണ്ടല്ല, പിന്നെ അവൻ്റെ ജീവിതം ഒരിക്കലും നല്ല ഭാവിയില്ല. അപ്പോൾ ആദ്യമായിട്ട്, കാരണം ജനിച്ചത് ആദ്യം കണ്ട ആൾ, നിങ്ങളുടെ 70% ബോഡി ബയോളജിക്കലി ഈസ് യുവർ മദർ. ഇറ്റ് ബിലോങ്സ് ടു യുവർ മദർ. And you have seen the first person as soon as you are born is your mother. And it's only time mother will laugh when you cry. Do you know that moment? ഒരേ ഒരു സമയത്ത്, ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് 87 വയസ്സ്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, എനിക്ക് പനിയുണ്ടെങ്കിൽ ഈ ഗാഡ്ജറ്റ്സ് ഒന്നും വേണ്ട, ഈ മൊബൈൽ ഫോണുകളോ ഒന്നും വേണ്ട, ഇൻ്റർനെറ്റോ വേണ്ട. ഷീ വിൽ ഫീൽ ദ പൾസ് ബിക്കോസ് ഷീ വർക്ക്സ് ഓൺ ദി ഹാർട്ട്, നോട്ട് ദിസ്. ഇതിന് അത്രയേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. വർക്ക്, ഷീ ഫീൽസ്, ഷീ ക്യാൻ ഫീൽ ദാറ്റ് കണക്ഷൻ വിത്ത് ഹെർ ചിൽഡ്രൻ because of heart-to-heart connection. And the signal, from the brain, the electromagnetic signal from the heart is several fold higher. അവിടെയാണ് സ്നേഹം, അവിടെയാണ് സ്പിരിറ്റ്, അവിടെയാണ് ദൈവം, അവിടെയാണ് നിങ്ങളുടെ ഹയർ സെൽഫ്. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഈ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സർവീസ് ഫ്രീ ആയിട്ട് തരാം. പക്ഷേ ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം രാവിലെ എഴുന്നേറ്റ് കണ്ണടച്ചിരുന്നാൽ മതി. യു സ്റ്റാർട്ട് വിത്ത് 10 minutes ഓഫ് സൈലൻസ്, ദെൻ ഇൻക്രീസ് ടു ദാറ്റ്. നിങ്ങൾക്ക് പിന്നെ പള്ളിയിലോ അമ്പലത്തിലോ ഓടാനോ ചാടാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് സ്റ്റാർട്ട് വിത്ത് സൈലൻസ്. യു വിൽ സീ ലൈഫിൽ എങ്ങനെ മാറ്റം വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസിഷൻ കേപ്പബിലിറ്റി വളരെ നന്നായിരിക്കും. എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രോബ്ലം 2 എണ്ണമാണ്. ഫസ്റ്റ് തിങ് ഈസ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അല്ലേ? ഇപ്പം തന്നെ ഇവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഓൾറെഡി ഒരുപാട് പെയർ ചെയ്ത് കഴിഞ്ഞു.
അത് ആ സമയത്തേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അല്ലേ? അവിടെയും പ്രശ്നമാണ്. ലവർ ആൻഡ് ബിലവഡ്. പിന്നെ അധ്യാപകരും കുട്ടികളും, അച്ഛനും അമ്മമാരും കുട്ടികളും, അധ്യാപകരും കുട്ടികളും, ഗ്രാൻഡ് പേരൻസും കുട്ടികളും. അപ്പം പിന്നെ ഗ്രാൻഡ് പേരൻസിൽ ആർക്കും വേണ്ട, എല്ലാവരെയും തള്ളി. കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആരെയും സഹിക്കാൻ വയ്യ, ലൈക്ക് ദ അമേരിക്കൻ വേ. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിച്ചാൽ പോലും കുട്ടികൾ പോലും വേണ്ട. ഇറ്റ്സ് ഓൾ ന്യൂസൻസ്. ഇറ്റ്സ് ഓൾ വൈ ഐ ഷുഡ് ടേക്ക് ദ ട്രബിൾ. പിന്നെ കല്യാണവും കഴിക്കേണ്ടതെന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ. വി ആർ ഓൾ ലിവിങ് ടുഗദർ. എത്ര ആഭാസമായിട്ട് ദൈവം 2 സെക്സിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനെ തന്നെ ചോദ്യം ചെയ്യാണ്. അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, ഇത് ആ പരമ്പര മുന്നോട്ട് പോകണം. ഇതെല്ലാം പ്രകൃതിയുടെ സത്യമാണിത്. പ്രകൃതിക്ക് എന്ന് നിങ്ങളെതിരെ പോകുന്നു, ഇത്തരം ഉഷ്ണക്കാറ്റുകൾ, ലാൻഡ് സ്ലൈഡ്സ്, സുനാമി, എർത്ത് ക്വേക്ക്, ഫ്ലാഷ് ഫ്ലഡ്സ്, വാട്ട് നോട്ട്, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ. കാരണം മനുഷ്യൻ്റെ ഗ്രീഡ്, ആവറേജ്, ലസ്റ്റ്, അതാണ് ഇതിന് കാരണം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ അനുസൃതമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി സംഘടിപ്പിക്കുക. ഞാൻ മനസ്സിലാക്കിയത് ഏതാണ് ഇത്രയും വർഷങ്ങളിൽ, അല്ലെങ്കിൽ എനിക്ക് അമേരിക്കയിൽ നിന്ന് PhD എടുക്കാൻ സാധ്യമാകുന്നില്ല. 9 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് ഇത് 10ാമത്തെ ജോബാണ് എൻ്റെ. എനിക്ക് ഒരു സ്ഥലത്തും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ ബിലീവ് എൻ്റെ ലൈഫിലും എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ മുതിർന്നിട്ടില്ല. എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കറേജ്, കൺവിക്ഷൻ, ക്ലാരിറ്റി അതുണ്ടാവണമെങ്കിൽ ഇവിടെ കാര്യമില്ല, ഇവിടെയാണ് കാര്യം. ഹൃദയത്തിലാണ് ഈശ്വരൻ സർവ്വമതങ്ങളും പറയുന്നുണ്ട്, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ആ കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കും? അതിനാണ് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക. രണ്ടാമത്തെ പ്രശ്നം ചെറുപ്പക്കാരെ അലട്ടുന്നത്, ഒന്ന് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ആദ്യം അവനവനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ്, എന്നാൽ മാത്രമേ സോഷ്യൽ അവെയർനെസ്, ദെൻ യു ക്യാൻ മാനേജ് റിലേഷൻഷിപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ കോഷൻ, അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓൾ ദാറ്റ്. സെക്കൻഡ് പ്രോബ്ലം ഈസ് കരിയർ. ഇനി എന്ത് ചെയ്യണം? നിങ്ങളിൽ എല്ലാവരും ഇപ്പോഴൊരു ചോദ്യമാണ്, ഇത് കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കണോ, അതോ സ്റ്റാർട്ടപ്പ് തുടങ്ങണോ, ബിസിനസ്സിന് പോകണോ, നിങ്ങളുടെ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്യണോ, ചില കല്യാണം കഴിക്കണോ, അല്ലേ, വിദേശത്ത് പഠിക്കണോ? അങ്ങനെ ഒരുപാട്. ഇതിനാർക്കും ഉത്തരം നമുക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു അച്ഛനും അമ്മയ്ക്കും, ഒരു അധ്യാപകർക്കും, രക്ഷിതാക്കൾക്കും അതിന് ആൻസർ പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റായി, സ്വന്തം കാലിൽ നിൽക്കാം. നിങ്ങൾ തന്നെ ആലോചിക്കണം എന്ത് ചെയ്യണമെന്ന്. ഇത്ര നാൾ അവരെ ബ്ലെയിം ചെയ്തു, നിങ്ങൾ കാരണം ഞാൻ ഇവിടെ എത്തി, അത് പഠിച്ചു എന്നൊക്കെ. ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ തീരുമാനിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയവാണി. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ എന്തും കാര്യമില്ല. 2021 മിസ് യൂണിവേഴ്സ് ആരായിരുന്നു? ഇന്ത്യക്കാരിയായിരുന്നു, അല്ലേ? 2021 മിസ് യൂണിവേഴ്സ് ഹർനാസ് കൗർ. ആ കുട്ടിയോട്, മിസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെറുതെ സൗന്ദര്യം മാത്രം പോരാ, അത്യാവശ്യം ഇതും വേണം, കോമൺ സെൻസ് വേണം. അപ്പോൾ ഒരു ജൂറി സ്റ്റീവ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്നത്തെ സ്ത്രീകളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഹർനാസ് കൗറിനോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടിക്ക് ഒരുപാട് പ്രശ്നം, പഞ്ചാബി കേളായിട്ട് പോലും, ചണ്ഡീഗറിൽ പഠിച്ചിട്ട കുട്ടിയാണെങ്കിൽ പോലും ഒരുപാട് ബോഡി ഷെയ്മിങ്, സൈബർ ബുള്ളിയിങ്, വാട്ട് നോട്ട്, അറിഞ്ഞൂടെ? ആ കുട്ടിക്ക് ഒരുപാട് ഉപദ്രവം ചെയ്താണ് സ്കൂളിൽ, കോളേജിലും ഒക്കെ. അതിനെല്ലാം തരണം ചെയ്ത് അവരുടെ ഒറ്റ ഡിറ്റർമിനേഷനാണ് ഇങ്ങനെ മിസ് യൂണിവേഴ്സ് പട്ടം കിട്ടിയത് തന്നെ. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നത്തെ ഗേൾസിന് ദേ ലാക്ക് സെൽഫ് കോൺഫിഡൻസ്. ഇത് കേട്ടാത്തൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. അതില്ലാത്തത് പെണ്ണുങ്ങൾക്കല്ല, ആണുങ്ങൾക്കാണ്. പെണ്ണിന് ദൈവം നേരത്തെ നല്ല ഒരു സഹനശക്തി, ആ അൺകണ്ടീഷണൽ ലവ്, ബിക്കോസ് ഷീ ഈസ് ബിക്കമിങ് എ മദർ.
ഓട്ടോമാറ്റിക്കായിട്ട് 6th സെൻസ് കൊടുത്തിരിക്കുകയാണ് ലേഡീസിന് ബൈ ദ സുപ്രീം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം വേണം. ബിലീവ് ഇൻ യുവർ സെൽഫ്. ബ്ലെയിം യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ബി യുവർ സെൽഫ്. നിങ്ങളിപ്പോൾ തന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്. അവനിങ്ങനെ, അവളിങ്ങനെ. ഞങ്ങളുടെ മിസ്റ്റേക്ക് അതാണ്, അധ്യാപകരുടെ മിസ്റ്റേക്കും അതാണ്. പേരൻസും ട്വിൻസ് ആണെങ്കിൽ പോലും നോക്കടി, അവന് IIT കിട്ടി, നിനക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് യു ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഈവൻ ഇഫ് പേരൻസ് ഡു ദാറ്റ്, യു ബി യുവർ സെൽഫ്. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിടാം, പക്ഷേ ആ പർപ്പസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ആരെയും ബ്ലെയിം ചെയ്യാതെ, ആരോടും കമ്പയർ ചെയ്യാതെ, കോമ്പീറ്റ് വിത്ത് യുവർ ഓൺ സെൽഫ്. ഇന്ന് നല്ലവണ്ണം ഗിറ്റാർ വായിച്ചു, നാളെ അതിലും എക്സൽ ചെയ്യാൻ നോക്കുക. ഫോർ ദാറ്റ് ലേൺ കണ്ടിന്യൂസ്ലി, തിങ്ക് ക്രിട്ടിക്കലി, നർച്ചർ യുവർ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ, കമ്മ്യൂണിക്കേറ്റ് ആസ് മെനി ആസ് പോസിബിൾ, ആൻഡ് ദെൻ യു വിൽ വീവ് യുവർ ഡെസ്റ്റിനി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കുമാണ് നന്ദി പറയേണ്ടത്. ഒരിക്കലും നിങ്ങൾ പിൻവിട്ട ആ വഴി മറക്കരുത്. അച്ഛനെയും അമ്മയെയും അധ്യാപകരോടും എപ്പോഴും നന്ദി ഉണ്ടായിരിക്കണം. നേരത്തെ CEO പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി, നിങ്ങളുടെ അൽമ മാറ്ററാണ് എർണാഡ് നോളജ് സിറ്റി. എപ്പോഴും നിങ്ങൾക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് യു ഷുഡ് ഗീവ് ബാക്ക് ടു യുവർ അൽമ മാറ്റർ. I am very happy to hear the impressive performance in curricular, co-curricular and extracurricular activities by all the department. Thanks to the efforts of the faculty, the management and all of you as students, and it is very impressive achievement. Thanks to all your hard work, but we have to move forward. And please don't forget your alma mater, give it back and be always grateful to the ultimate. Thank you. Jai Bharat.